ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ലവിനെ കുറിച്ചിട്ടാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്, ഏത് രീതിയിലാണ് സ്നേഹിക്കുന്നത്, ലവിനെ കുറിച്ച് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബാക്കിയൊക്കെ ഓൺ ദ വേ. ഓക്കെ, നമുക്ക് കാർഡ്സ് ആദ്യം എടുക്കാം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ പോയി നോക്കാം കേട്ടോ. വാട്ട് ഈസ് ഇൻക്ലൂഡിങ് ഇൻ യുവർ റിലേഷൻഷിപ്പ്? എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്? എത്രമാത്രം ആത്മാർത്ഥതയുള്ളവരാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്നവർ? നിങ്ങളില്ലെങ്കിൽ അവരെന്താണ്? നമുക്ക് നോക്കാം. എല്ലാവരും അതിനെ ഡീപ്പായിട്ട് ചിന്തിക്കുക, അതിനെക്കുറിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലെ വളരെയധികം ഒരു ഇമ്പോർട്ടൻസി അർഹിക്കുന്ന ഒരു സാധനം നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത്. ഒരുപാട് തവണ വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് എടുത്തിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. നിങ്ങൾ ചിന്തിക്കുക, പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. പ്രണയം എന്ന് പറയുന്നത് ഒരു വലിയ വികാരമാണ്, ഒരു വലിയ നിസ്സാരമായിട്ട് അങ്ങനെ ആർക്കും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വികാരമല്ല. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടതുണ്ട്. അത് വളരെ സിൻസിയറായിട്ടും ആത്മാർത്ഥമായിട്ടും സ്നേഹിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്.
ആൻഡ് നിങ്ങളെ അവർ ഒരിക്കലും മറക്കില്ല എന്ന് എനിക്ക് ഈ കാർഡ്സിൽ കൂടെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഒരിക്കലും നിങ്ങളെ മറന്നു പോകുന്നവരല്ല. നിന്റെ കണ്ണുകൾ എന്നെ തടവിലാക്കിയിരിക്കുന്നു. അവയിൽ എന്തോ മായാജാലമുണ്ട്. എൻ്റെ ശക്തി ഒരു നിമിഷം കൊണ്ട് നിഷ്പ്രഭമാക്കുന്ന വലിയ മായാജാലം. ആ നോട്ടത്തിൽ വീണു പോകാതിരിക്കാൻ എന്തുകൊണ്ടോ എനിക്കാകുന്നില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ഒപ്പം. ചുമ്മാ പറഞ്ഞൊരു ഡയലോഗാണ്. നിങ്ങളിൽ നിന്ന് അവർ അകന്നു പോയിട്ടായാലും അല്ലെങ്കിൽ ഇനിവേ ഒരു ഡിസ്റ്റൻസ് വന്നാലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മാറിപ്പോയാലും അവരിൽ നിന്നും കവർ ചെയ്ത് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ അവരിൽ നിന്നും നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വേറൊരു ലൈഫ് അല്ലെങ്കിൽ വേറൊരു രീതി എന്നും പറഞ്ഞ് മാറിപ്പോവാനോ നിങ്ങൾക്ക് ആവുന്നില്ല. അതാണ് നിങ്ങളുടെ മെയിൻ ഒരു പ്രശ്നം ഞാൻ നോക്കിയിട്ട് കാണുന്നത്. അതാണ് ഇതിൽ പെട്ടുപോയാണ്ടല്ലോ. പ്രണയം എന്ന് പറയുന്നത് ഒരു വലിയ വികാരമാണോ. അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും റിലീസായിട്ട് പുറത്തേക്ക് വരാനായിട്ട് അത്ര എളുപ്പത്തിലൊന്നും പറ്റില്ല. അതാണ് പ്രണയം എന്ന് പറയുന്നത്. ഇപ്പം ഏതെങ്കിലും രീതിയിൽ വലിച്ചിഴച്ച് അടുപ്പിച്ചതോ അല്ലെങ്കിൽ ഏച്ച് കെട്ടി മുഴച്ചിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പോ ഒന്നുമല്ല നിങ്ങളുടേത്. സാധാരണ നോർമലായിട്ട് ഫ്രണ്ട്സായിട്ടിരിക്കെ വന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു റിലേഷൻഷിപ്പിലേക്ക് അത് മാറുകയായിരുന്നു. ഫസ്റ്റ് തന്നെ നിങ്ങൾ വന്നൊരു റിലേഷൻഷിപ്പ് ആവുകയല്ല ചെയ്തിരുന്നത്. ചിലപ്പോൾ ഒരു 2-3 മന്ത്സ് കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ 1 ഇയർ കൊണ്ടൊക്കെ പരിചയമുള്ളവരായിരിക്കും. പക്ഷെ അവരിൽ നിന്നും വേറൊരു ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട്. അതിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആണ്. അതിൽ നിന്നും കവർ ചെയ്യാനോ മുന്നോട്ട് നീങ്ങാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥ. കുറേ ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കുറേ അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ മേ ബി ഈ വ്യക്തിയെ കൊണ്ടായിരിക്കാം, നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെ കൊണ്ടായിരിക്കാം. പക്ഷെ എത്രയൊക്കെ ആയാലും ആ വ്യക്തിയെ കയ്യിൽ നിന്നും വിട്ട് കളയാനോ കയ്യിൽ നിന്നും നഷ്ടപ്പെടുത്താനോ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ വ്യക്തി ഒരു പ്രാവശ്യം നിങ്ങളെ അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളെ ചിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർമ്മകൾ, ആ ഒരു മെമ്മറിയാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത്. ആ ഒരു മെമ്മറിയിൽ നിന്നും കടന്ന് മറ്റൊരു സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്കണായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ആ വ്യക്തി പണത്തിൻ്റെ പിന്നാലെ പോയതായിരിക്കാം, ആ വ്യക്തിയുടെ കരിയറിന് പിന്നാലെ പോയതായിരിക്കാം, പ്രമോഷൻ കാര്യങ്ങൾ ഒക്കെ. പക്ഷെ നിങ്ങൾ ഇത്രയും അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ മുന്നേ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നിട്ട് ഒരു റീഡിങ്ങിലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ലവിൻ്റെ പേരിൽ ഒരാളെ സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ ഒരുപാട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൽ കാണുന്നുണ്ട്. ഒരു സ്നേഹത്തിൻ്റെ പേരിൽ ഒരുപാട് സങ്കടങ്ങൾ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് കാര്യത്തിനും ഉണ്ടോ ഒരു മറുതല. അങ്ങനെ ചിന്തിക്കാം. ഏത് കാര്യത്തിനും ഉണ്ടൊരു മറുപുറം, അല്ലെങ്കിൽ ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടെന്നല്ല പറയാം. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. അപ്പം ഏത് കാര്യത്തിനുണ്ട് ഒരു മറുപുറം. അങ്ങനെ ചിന്തിക്കുക. പല തോൽവികളും വരും, പല പരാജയങ്ങളും. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റീഡിംഗ് ആണ് ഇതിന് തൊട്ട് മുന്നിട്ടിട്ടുള്ളത്. ഏത് ചാനലിലാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല.
അപ്പോൾ തൊട്ട് മുന്നിട്ടിട്ടുള്ള റീഡിങ്സ് നോക്കുക. ഇന്നത്തെ ഡേ നിങ്ങളിത് കാണുന്ന ദിവസം ഇട്ടിട്ടുള്ള മറ്റു റീഡിങ്സ് നോക്കുക. കാരണം അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും. കുറേ ഓർമ്മകൾ നിങ്ങളെ അലട്ടുന്നുണ്ട്, കുറേ പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫാമിലി, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാവാം, ആ വ്യക്തിയുടെ അമ്മയെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാവാം, ആ വ്യക്തിയുടെ അച്ഛനെ പരിചയപ്പെട്ടിട്ടുണ്ടാവും, ആ വ്യക്തിയെ നിങ്ങൾ ആ ഒരു ഹോം ഫീലിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ആയിട്ട് പോലും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, അതിൻ്റെ വക്കിലൊക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ഫുൾ ഓഫ് പരാജയം, തോൽവി. ജീവിതത്തിൽ പലപ്പോഴായിട്ട് പരാജയങ്ങൾ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. ഇങ്ങനെ ചെറിയൊരു പരാജയങ്ങൾ ഏറ്റുവാങ്ങാത്തവരായിട്ട് ഒരാളും ഉണ്ടാവില്ല. ചെറുതെന്നല്ല, നമ്മുടെ ലൈഫിലൊരു പരാജയം ഏറ്റുവാങ്ങാത്തവരായിട്ട് ഒരാളും ഉണ്ടാവില്ല. ഇങ്ങനെ ഏറ്റുവാങ്ങിയിട്ടുള്ള പല പരാജയങ്ങളും നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിക്കാറുണ്ട്. പരാജയപ്പെട്ടു, ഇനി എവിടേക്ക് ഇറങ്ങണ്ട, ഇനി ഇവിടെ ഇരിക്കാം. ഓർമ്മകളായിട്ട് നിന്ന് ഭയപ്പെടുത്തിയിട്ട് പിന്നിൽ നിന്ന് വലിച്ച് ഓരോ കാര്യങ്ങളെ നമ്മളെ തടസ്സം സൃഷ്ടിക്കുന്ന പരാജയങ്ങളുണ്ട്, തോൽവികളുണ്ട്, വേദനകളുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ തോൽവി തന്നെയാണ് ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ തോൽവിയേക്കാളും അതൊരു വേദനയാണ്. നിങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുള്ളൊരു വേദനയാണ്. ഓർമ്മകളായിട്ട് വന്നിട്ട് ഭയപ്പെടുത്തിയിട്ട് പിറകിൽ നിന്നും വലിച്ച് ഓരോ കാര്യങ്ങളിൽ നിന്നും നമ്മളെ മാറ്റുക. നമ്മൾ ഓരോ കാര്യങ്ങൾ, ഒരു ഡിസിഷൻ എടുക്കാൻ, ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പം അതിൽ നിന്ന് നിങ്ങളെ പിറകോട്ട് വലിച്ച് ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളെ മാറ്റുന്ന പല ഓർമ്മകൾ അങ്ങനെ നിങ്ങളെ നിയന്ത്രിക്കും. ആ നിയന്ത്രണം, ആ കൺട്രോളിങ് പവർ, ആ ഭയപ്പെടുത്തുന്ന ഓർമ്മകളുടെ അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ഓർമ്മകളുടെ ആ കൺട്രോളിങ് പവർ നിങ്ങളുടെ ഉള്ളിൽ നിന്നും കളയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓർമ്മകളുടെ ആ ഒരു ആ ഒരു കെട്ട് അത് പൊട്ടിച്ചെടുക്കണം. അത് നിങ്ങളോട് യൂണിവേഴ്സ് പ്രത്യേകം പറയുന്നുണ്ട് കാർഡ്സിലൂടെ. നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങളെ ബാധിച്ചിട്ടുള്ള നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ തോൽവികൾ, ബ്രേക്കപ്പ് സിറ്റുവേഷൻസ്, നിങ്ങളുടെ ലവറുമായിട്ട് വന്നിട്ടുള്ള നിങ്ങളുടെ പല തോൽവികൾ, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പല വിഷമങ്ങൾ, അതിൻ്റെ ഓർമ്മകൾ പൊട്ടിച്ചെറിയാൻ ശ്രമിക്കുക. അതിൻ്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും പൊട്ടിക്കേണ്ടത് അനിവാര്യമാണ്. ഞാനിത് റിലേറ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു സഞ്ചാരി ഒരു യാത്രക്കിടയിൽ ഒരാൾ ആനകളെ പരിശീലിപ്പിക്കുന്ന കണ്ടു. ആനകളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ തടിയെടുക്കാനും കൂപ്പിൽ കൊണ്ടുപോകാനും അല്ലെങ്കിൽ പൂരത്തിനൊക്കെ എഴുന്നള്ളിക്കാനും ഒക്കെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുമല്ലോ ആനപ്പാപ്പാന്മാർ. അതുപോലെ ആനേനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കണ്ടു ഒരു സഞ്ചാരി. അപ്പോൾ ഈ ആനകളെ കാലിൽ ഒരു ചെറിയ കയറ് കൊണ്ടാണ് കെട്ടിയിട്ടേക്കണത്. നമ്മളൊരു ചെറിയ കയറ് വെച്ചിട്ടാണ് കെട്ടിയിട്ടേക്കണത്. ഈ കയറുകൾ ആന വിചാരിക്കേണ്ട പോലെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കയറ് സിമ്പിളായിട്ട് പൊട്ടിച്ച് അങ്ങോട്ട് കളയാം. സിമ്പിളായിട്ട് ഒരു പൂ പറിക്കുന്ന ലാഘവത്തിൽ ആനയ്ക്കത് പൊട്ടിച്ചെറിയാൻ പറ്റും. ഈ കയറുകൾ എന്ന് പറയുന്നത് അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള കയറുകളാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സഞ്ചാരി ചിന്തിച്ച് എന്താ, ഈ സെയിം കാര്യം തന്നെയാണ് സഞ്ചാരി ചിന്തിച്ച്, ഈ കയറുകൾ ആന വിചാരിച്ചാൽ വളരെ സിമ്പിളായിട്ട് പൊട്ടിക്കാൻ പറ്റൂലോ എന്ന് സഞ്ചാരി ആ സമയത്ത് ഇത് ജസ്റ്റ് മൂവ് ചെയ്യുമ്പം ചിന്തിച്ചു. ഈ കയറ് ഈ ആന വിചാരിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പൊട്ടിക്കാൻ പറ്റൂലോ എന്ന് ഈ സഞ്ചാരി ചിന്തിക്കുകയാണ്. നമ്മളാരും കണ്ടാൽ ചിന്തിക്കുന്ന അതേ ഒരു രീതിയിൽ സഞ്ചാരി ചിന്തിച്ചു. ആന കയർ പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് വലിയ ഒരു അപകടത്തിൽ ചെന്ന് അവസാനിക്കുള്ളൂ. അപ്പോൾ അത് സഞ്ചാരിക്ക് ഇങ്ങനെ ഡൗട്ടായി, ആന എങ്ങാനും കയറ് പൊട്ടിച്ച പണി വാളൂലോ. അപ്പോൾ അത് അയാൾ അവരോട് ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെ നിങ്ങൾ ചെയ്യണത് ഒരു ഇരുമ്പ് കൂട്ടിലിട്ട് പരിശീലിപ്പിച്ചു കൂടെ എന്ന് ചോദിച്ചു. എന്നാൽ അപ്പോൾ ഇതിന് മറുപടി ആയിട്ട് ആ പരിശീലകൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇതിനെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കാലിൽ കയറിട്ടാണ് കെട്ടുന്നത്. അപ്പോഴെല്ലാം കയറ് പൊട്ടിക്കാൻ ഈ ആന ശ്രമിക്കുമെങ്കിലും അതിന് സാധിക്കാറില്ല. കാരണം കുഞ്ഞല്ലേ.
കാരണം ആനക്കുട്ടിക്ക് അതിനാവശ്യമായ ശക്തി ഉണ്ടായിരുന്നില്ല. കുഞ്ഞു കുട്ടിയല്ലേ. പലതവണ ശ്രമിച്ച് ആനക്കുട്ടി പരാജയപ്പെടും. തന്നെ കൊണ്ടൊരിക്കലും പൊട്ടിക്കാനാവില്ല എന്നുള്ള ചിന്തയിൽ ആന വളർന്ന് വളർന്ന് ശക്തനായ ഗജവീരനായിട്ടും അന്ന് പരാജയപ്പെട്ടല്ലോ ഞാൻ, വളരെ കാലങ്ങൾക്ക് മുന്നേ ഞാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതല്ലേ, ആ ഓർമ്മയിൽ തനിക്ക് കയറ് പൊട്ടിക്കാൻ സാധിക്കില്ല എന്ന് ആന കരുതും. പിന്നീട് ഒരിക്കലും ആ ആന അതിനു വേണ്ടി ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ആനയ്ക്ക് ഈ കയറ് ധാരാളമാണ്. മനസ്സിലായ? അതുകൊണ്ട് തന്നെ ആ പരിശീലകൻ പറയാണ്, അതുകൊണ്ട് തന്നെ ആനയ്ക്ക് ഈ കയറ് ധാരാളമാണ്. കാരണം ആനയുടെ മനസ്സിൽ എന്താണ്, കയറ് കുറേ ഞാൻ ശ്രമിച്ചതാ, ഇതൊന്നും പൊട്ടില്ല, കുറേ ഞാൻ ശ്രമിച്ചതാണ്, ഇതൊന്നും ലൈഫിൽ പൊട്ടാൻ പോകുന്നില്ല എന്ന് ചെറുപ്പം മുതലേ ആന വിചാരിച്ച് ആനയുടെ മൈൻഡിൽ, ആനയുടെ ബ്രെയിനിൽ കയറി, ഇത് പൊട്ടാനൊന്നും പോകണില്ല, ഞാൻ എത്ര കാലമായി ശ്രമിക്കണം, ഇനിയാണ്. ഇപ്പോൾ ചിലവർ പറയും BS എഴുതുമ്പോൾ ഞാൻ എത്ര കൊല്ലമായി ശ്രമിക്കണം, ഇതൊന്നും നടക്കാൻ പോകില്ല, ആ ഒരു ടോക്ക്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ആനയ്ക്ക് കയറ് ധാരാളമാണെന്ന് ആ പരിശീലകൻ പറയുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു ഉപദേശം, സാരോപദേശം പെട്ടെന്ന് തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ സ്പോട്ടിലൊന്ന് രേഖപ്പെടുത്തി എനിക്കറിയട്ടെ, എങ്ങനെ എത്ര പേര് നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് വേഗം പറയും. ഇവിടെ കാലിൽ ബന്ധിച്ച കയറിനേക്കാൾ ശക്തമാണ് പരാജയത്തിൻ്റെ ഓർമ്മകൾ, മനസ്സിൽ ഉറച്ച വിശ്വാസങ്ങൾ. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഈ സ്പ്രെഡിൽ നിങ്ങളുടെ കാര്യം. ഈ സ്പ്രെഡ് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഓരോ വേദനകളുടെ വിഷമിപ്പിക്കുന്ന, കടിച്ചമർത്തിയിട്ടുള്ള പല ഓർമ്മകൾ, ഭയപ്പെടുത്തുന്ന പല ചിന്തകൾ, അത് നിങ്ങൾ പരാജയപ്പെട്ടു പോയതായിരിക്കാം, വിഷമിച്ചതായിരിക്കാം, സങ്കടങ്ങളായിരിക്കാം. അങ്ങനത്തെ വിശ്വാസങ്ങളും എല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉറഞ്ഞു പോയിരിക്കുക. അത് നിങ്ങളുടെ മനസ്സിൽ കയറുന്നു. നിങ്ങൾ എത്രയോ അതിനേക്കാളും വലുതായി, നിങ്ങൾ എത്രയോ അതിനേക്കാളും റിക്കവറായി. നിങ്ങളിപ്പോഴും ആ കുഞ്ഞു ആന പൊട്ടിക്കാൻ ശ്രമിച്ച ആ ഒരു സ്റ്റേജിലാണ് നിങ്ങളുടെ മൈൻഡ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ വലിയ ഗജവീരനായിട്ടുള്ള ഒരു ആനയായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ആദ്യം ഞാൻ അങ്ങനെയായിരുന്നു, ആദ്യം ഞാൻ ഭയങ്കര ദുർബലയായിരുന്നു, എനിക്കിനി പറ്റില്ല, ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചു പോവും. ആ വേദനകൾ കടിച്ചമർത്തി നിങ്ങളിരിക്കും. നിങ്ങൾ ബന്ധിച്ച കെട്ടുകൾ പൊട്ടിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സ്പ്രെഡിൽ നിന്നും പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പലതും സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള ആ ഓർമ്മകൾ, ആ ബന്ധനങ്ങൾ എല്ലാം മാറ്റുക, പൊട്ടിച്ചെറിയേണ്ട സമയമായി. അന്നുള്ള വ്യക്തിയല്ല നിങ്ങളിപ്പോൾ. നിങ്ങൾക്ക് ആ അടി കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന വ്യക്തിയല്ല നിങ്ങളിപ്പോൾ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തു, ഒരുപാട് കാര്യങ്ങളെ അതിജീവിച്ചു. അതിനേക്കാളും അറിവും അനുഭവവും കരുത്തുമുള്ള വ്യക്തിയായിട്ടാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് അനുഭവങ്ങൾ, നിങ്ങൾ ഒരുപാട് വലുതായി മാട്ടക്കുട്ടിയായി എന്നല്ല പറയുന്നത്, ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ പഠിച്ചു. അതുകൊണ്ട് അന്ന് പരാജയപ്പെട്ട മേഖലകളിൽ വിജയിക്കാൻ ഇന്ന് സാധിക്കും. നിങ്ങൾക്ക് അന്ന് വേണ്ടാന്ന് വെച്ച് പോയ കാര്യങ്ങൾ, നിങ്ങൾ ഇനി ഒരിക്കലും എനിക്ക് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത് വിചാരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പിന്നാലെ പോകാനല്ല പറയുന്നത്. അതിൽ നിന്നും റിക്കവറായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് യോജിച്ചത് നിങ്ങളുടെ യോജിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് അർഹതപ്പെട്ട സമയത്ത് നിങ്ങൾക്കുള്ളിലേക്ക്, നിങ്ങൾക്കരികിലേക്ക് വന്നുകൊള്ളും എന്നാണ് പറയുന്നത്. അതിനായ ആത്മവിശ്വാസത്തോടെ പരാജയത്തിൻ്റെ ഓർമ്മകളൊക്കെ, അതായത് ഇവിടെ പരാജയം എന്ന് ഞാൻ പറയുമ്പം വേദനകളാണ് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങളുടെ വേദനകളുടെ ഓർമ്മകളെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾ കൂടുതൽ ശ്രമിക്കുക, മുന്നോട്ട് നീങ്ങുക. അതിൽ നിന്നും കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോവുക. ആൻഡ് ഇത് റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ വളരെ വേദനാജനകമായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകൾക്കുള്ള ഒരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. അതിൽ 50% കുഴപ്പമില്ലാത്ത രീതിയിൽ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്നവർക്ക് നല്ലൊരു ഭാവി കാണുന്നുണ്ട്. അതിനെ ആലോചിച്ച് മുന്നോട്ട് വിഷമിച്ച് നിൽക്കാതെ ഫൈറ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. ഇനി എന്ത് സിറ്റുവേഷൻ വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്ത് ജീവിക്കും എന്ന് തന്നെ പറഞ്ഞ് മുന്നോട്ട് നീങ്ങുക. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഭയങ്കര സ്നേഹിക്കാൻ കഴിവുള്ള വ്യക്തി തന്നെയാണ്. ഏത് രീതിയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള വ്യക്തി തന്നെയാണ്. പക്ഷെ പല കാര്യങ്ങളുടെയും പിന്നാലെ അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങളുടേതായ കാര്യങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളതിൽ സ്റ്റക്കായി കിടക്കാതെ മുന്നോട്ട് പോവുക. നിങ്ങൾക്കുള്ള സ്പെഷ്യൽ സമയത്ത് നിങ്ങൾക്കുള്ള പല കാര്യങ്ങളും നിങ്ങൾ അനുഭവിക്കുക.
ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു റീഡിങ്. ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. നമ്മുടെ 3 ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു പറയണേ. പറയാൻ മാത്രമല്ല, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണം. നിങ്ങൾക്ക് ഫലം കിട്ടണമെങ്കിൽ മതിയേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.